പൊന്നു സ്ട്രക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മുടെ ലിയോപ്പ് ഇതേ പറമ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആൾ ഇത്രയും നേരം ഗ്രിൽസിന്റെ ബാക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, ഇവരെന്താ തുറക്കാത്തേന്ന് വിചാരിച്ച്. തുറന്നപ്പോ ഓടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ ഇത് രണ്ട് പ്ലാവിന്റെ തൈകളും നടാനുണ്ട് കേട്ടോ. അത് ഇതുവരെ നട്ടിട്ടില്ല. മഴ കാരണം നമ്മൾ എങ്ങനെ നടാനാണ്, വലിയ മഴയും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എന്തായാലും ഇപ്പൊ നടാൻ സമയമില്ല. പൊന്നോ, ഇതെന്താ? അത് ചതുരനെല്ലിക്കയുടെ ചെറിയ തയ്യാ കേട്ടോ. അത് കാരണം അവിടെ വിത്ത് വീണ് മുളച്ചതാന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ടോ, അതിന്റെ വലിയ മരം നമ്മള് ചോല വരുന്നതിനെ കൊത്തി കൊത്തി കളയുന്നതല്ലേ. ഇത് നോക്കി, കാന്താരിയില് മുളക് ചെറിയൊരു കാന്താരിയായിരുന്നു കേട്ടോ. അത് വെറുതെ അവിടെ കുഴിച്ച് വെച്ചത്. അത് ചാഞ്ഞും പോയി. അതിലിപ്പം മുളകായിട്ടുണ്ട്. കുഞ്ഞു കാന്താരി ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ വന്നിട്ടുള്ള കാരണം? ഇതൊന്ന് ഒരു അയറുചാക്കിന്റെ പ്ലാവ് മേടിച്ചു വെച്ചു കൊടുത്താ കേട്ടോ. നോക്കുമ്പോ അതില് ഇതേപോലെ കുഞ്ഞു ചക്കകൾ വരും. അത് താഴെ വീണ് പോവേ. അതാണ് അതിന്റെ അവസ്ഥ. കാരണം എന്നാ, ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. ചിലപ്പോ മഴയുടെ വെള്ളം കൊണ്ട് ചീഞ്ഞു പോകുന്നതാണോ എന്താന്ന് അറിയത്തില്ലല്ലോ. പിന്നെ ഇത് കണ്ടോ, ഇത് സർവ്വസുഗന്ധി എന്ന് പറയേ ഇതിന്റെ പേര്. ഇത് നമ്മളൊരു ചെറിയ തൈ മേടിച്ചിട്ട് ഒരു ഡ്രമ്മിൽ നട്ടു വെച്ചതാ കേട്ടോ. അപ്പൊ നമ്മൾ ഈ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കൂലേ, കരിങ്ങാലി, പതിമുഖം, അങ്ങനത്തെ സംഭവമൊക്കെ ഇട്ടിട്ട്, നല്ല ജീരകമൊക്കെ ഇട്ടിട്ട്, അതൊന്നും ഇടാതെ നമുക്ക് ഈ ഒരു ഇല ഉണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇത് ഇറച്ചിക്കറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇടുന്ന ചപ്പാണ്. അപ്പൊ പേരൊന്നും കൂടെ പറഞ്ഞുതരാം. സർവ്വസുഗന്ധി. അപ്പൊ നഴ്സറികളിലൊക്കെ കിട്ടും കേട്ടോ. ഇത് എനിക്കറിയില്ലായിരുന്നു സംഭവം. പിന്നെ എൻ്റെ അനിയൻ മേടിച്ചു വെച്ചത് കണ്ടിട്ട് ആ ഒരു ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് തിളപ്പിച്ച വെള്ളം കേട്ടോ കുടിച്ച. അപ്പം അങ്ങനെ ഇവിടുത്തെ ആളും അതുപോലത്തെ ഒരു തൈ വാങ്ങിക്കൊണ്ട് വെച്ചതാട്ടോ. അവൾ ഇത്രയും വളർന്നിട്ടുണ്ട്. ഇപ്പം ഇപ്പുറത്തോട്ട് വിടാൻ പറ്റുന്നില്ല. ഇപ്പുറത്തോട്ട് വിടുമ്പോൾ നമ്മളൊക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ വന്നിട്ട് ഓരോ ചപ്പ് പറിക്കും, വെള്ളം വെക്കും, കുടിക്കുവേ. വെള്ളത്തിന് കളറൊന്നും ഉണ്ടാവൂല, നോർമൽ പച്ചവെള്ളത്തിന്റെ കളറേ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാ വെള്ളം. അപ്പൊ അത് അറിയാത്തവര് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് കുടിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവേ. ആ പൂമ്പാറ്റേനെ അവള് ശരിയാക്കി കേട്ടോ. ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇവള് ഈ ഡ്രമ്മിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടക്കുന്നത്. ഇത് രണ്ടാമത്തെ പിടുത്ത. അത് മര്യാദയ്ക്ക് അവിടെ ഇരുന്നിട്ടാ തേൻ കുടിച്ചോണ്ടിരുന്നതാ. അതിനെ സെയ്യാക്കി. അതിന്റെ ഒരു ഭാഗം അവള് കളഞ്ഞു കേട്ടോ, പാവം. എയിം ഇട്ട് പിടിക്കുക എന്ന് പറയുന്നില്ലേ, അതാ സംഭവം. ശരിക്കും അടിക്കൊന്നും ചെയ്യൂല. എടാ, കുരുത്തക്കേട് കളിക്കാനായിട്ട് വന്നിരിക്കുന്നേ. ഇതിന്റെ സ്ഥിരം മൂലയാ കേട്ടോ. ആ മൂലയ്ക്ക് പോയിട്ട് പതുങ്ങിയിരുന്ന ആരും കാണൂലല്ലോ. ഞാനിങ്ങനെ വിളിച്ച് നടക്കും. അവള് എന്റെ മുഖത്തോട്ടും നോക്കിയിട്ട് ഒരൊറ്റ ഓട്ടോ ആയിരിക്കും. അപ്പൊ ഇത് കണ്ടോ, നമ്മുടെ ടെന്നീസ് ബോൾ ചെറിയ കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഇത് ഇത്രയും വലിപ്പം വെച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാതെ വലിപ്പം വെച്ച് വന്നിട്ട് ഒരു നല്ല മുന്തിരി കളർ പോലെയൊക്കെ ആയിട്ട് വരും. ഇത് വലിയ മധുരം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ കൊലയായിട്ട് തൂങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്ര തന്നെ. ഇത് ഇത്രയും വലിപ്പത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കായ്ക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇതുപോലെയൊക്കെ ആയിട്ട് അവള് കളറടിച്ചു വരും. അപ്പം നമ്മളത് പറിച്ച് തിന്നും. ഇപ്പൊ ഒരു ചവർപ്പ് പോലെ ഉണ്ടാവുക സംഭവം. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റാണ്ട് എന്തേ കാണും, അവര് കാണും. കൃഷിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഇതൊക്കെ നോക്കും. അതങ്ങനെ. ഇതാ നമ്മള് മുന്തിരി ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് ആ മൂലയ്ക്കുണ്ടായിരുന്ന ഒരു മാവായിരുന്നേ. അപ്പം നമുക്ക് അവിടെ ചോല കാരണം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവളെ എന്ത് ചെയ്തു, മുറത്തിന്റെ അകത്ത് വെച്ചിട്ട് കിണറിന്റെ മേലെ കയറ്റി വെച്ചു. താഴെ മാത്രം ഇട്ടാൽ ശരിയാവൂലല്ലോ. അങ്ങനെ നമ്മുടെ ഒരു റോബസ്റ്റ കൊല കണ്ട നിങ്ങൾ. ആ വാഴ കംപ്ലീറ്റ് ചെരിഞ്ഞു പോയതായിരുന്നേ.
കാറ്റ് നന്നായിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് അതിനെ പല സ്ഥലത്തായിട്ട് നമ്മൾ കെട്ടി വെച്ചതാട്ടോ. അതിന് ശേഷം ഒരു കൊലയും കൂടി തന്നേ അവൻ. പിന്നെ ഒരു ചെറിയ കന്നൊക്കെ ആയി വരുന്നുണ്ട്. ഇതിന്റെ ഇലയ്ക്ക് ഭയങ്കര വീതിയാ. ഒരാൾക്ക് കിടക്കാൻ നല്ല സുഖമായിട്ട് ആ ഇല വിരിച്ചിട്ട്. പിന്നെ നമ്മുടെ ഒരു മുന്തിരി പേരയാട്ടോ. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. 2 കായ ഉണ്ടായിരുന്നു ഇതില്. അത് മഴവെള്ളത്തിന്റെ ശക്തി കൊണ്ട് അത് രണ്ടും വീണുപോയി. അപ്പം നമുക്ക് സാരമില്ല, അടുത്ത പ്രാവശ്യത്തേക്ക് വെയിറ്റ് ചെയ്യാൻ. നല്ല തിരുളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഫസ്റ്റ് തൈ കൊണ്ടുവെക്കുമ്പോൾ എപ്പോഴും ഒരു പേടിയാട്ടോ, ഇത് പിടിച്ച് കിട്ടുമോ, പോവോ. പക്ഷെ എന്തായാലും കൊണ്ടുവച്ച തൈകളൊന്നും അങ്ങനെ പോയിട്ടില്ല. ഒരു തൈ പോയിട്ടുണ്ടായിരുന്നു, പുലാസൻ എന്ന് പറഞ്ഞിട്ട്. ആ തൈ ഞാൻ പിന്നെ മേടിച്ചുമില്ല. പിന്നെ നമുക്ക് അടുത്തത് കാണാൻ പോകുന്നത് വെറിക്കേറ്റഡ് കൂർക്കച്ചപ്പ്. ഇതുണ്ടോ, ഇത് അതിന് നല്ല തൈ, നല്ല വെരിക്കേറ്റഡ് ചപ്പ കേട്ടോ. ഇത് സാധാരണ കൂർക്കച്ചപ്പേ. ഇത് കണ്ടോ തേങ്ങയിലും നട്ട് വെച്ച. ഇത് തേങ്ങയുടെ നല്ല വലിയൊരു തോടായിരുന്നു. അതിൻ്റെ അകത്ത് തേങ്ങ ഇല്ല, ചെറിയ ഒരു തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഇതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നിറച്ച് നട്ടു വെച്ചതാട്ടോ. നന്നായിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ ഈ മഴ വരുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വെള്ളം തികച്ചും ഇതിന്റെ മേലേലോട്ട് വീഴും. അപ്പം അതിങ്ങനെ ചീഞ്ഞ് പോവും. ഞാൻ ഓരോ ഭാഗത്ത് ഇങ്ങനെ ചെടി വെക്കും, അതെല്ലാം ഞാൻ ഇങ്ങനെ മഴവെള്ളം വീണ് പോകും കേട്ടോ. പിന്നെ ഇത് എവിടെയാ കൊണ്ടുവെക്കണ്ടേ? ഞാൻ നട്ട ഇഞ്ചിയല്ല, മഞ്ഞള്. മഞ്ഞൾ. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാല് ചെടികളുമായിട്ട് ഉള്ള തട്ടിക്കളിയായിരിക്കും. പിന്നെ അപ്പുറത്ത് കൊണ്ടുവച്ചു, ഇപ്പുറത്ത് കൊണ്ടുവച്ചു, അങ്ങനെ. പിന്നെ ഇത് കണ്ടോ നിങ്ങള്, ഇതും അങ്ങനെ തന്നെ കേട്ടോ. ഇതുപോലത്തെ ഒരു കുഞ്ഞു ചട്ടിയിലുണ്ടായത്. ആ ചട്ടി ഒരു പ്രാവശ്യം കാറ്റിന് വീണിട്ട് പൊട്ടിപ്പോയി. എന്നിട്ട് അത് ഞാൻ പിന്നെ എടുത്ത് ഇവിടെ വെച്ചപ്പോൾ ഇത് നിറച്ചിങ്ങനെ ഉണ്ടായിരുന്നേ. ഇത് ഗടങ്ങയിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് കുറേ ഭാഗം ഇതേപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചീഞ്ഞ് പോയി. അപ്പൊ ഇവനും അങ്ങനെ അവശേഷിച്ചു. എനിക്കിഷ്ടം ഇതുപോലെ പടർന്ന് കിടക്കുന്ന ചെടികൾ. ഇത് കണ്ടത് ബുഷ് ഓറഞ്ചിന്റെ തൈയല്ലേ, മുമ്പേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നാണ്. ഇതിലൊക്കെ കായായി വരുന്നുണ്ട്. മഴയുടെ ഇത് വരുമ്പോൾ പുഴു വരും, ഒരു പച്ച പുഴു ഉണ്ട്, അത് വരും. നേരത്തെ നമ്മൾ നാരകത്തിന്റെ ഇലയിൽ കണ്ടില്ല, അതേപോലത്തെ പുഴു വരും. കംപ്ലീറ്റ് പിന്നെ ഇലയൊക്കെ നശിപ്പിച്ച് അവിടെ ഇടും. ഇനിയിപ്പം മഴ ആയതുകൊണ്ട് തന്നെ മരുന്നടിക്കാൻ പറ്റുന്നില്ല. മരുന്നെന്ന് വെച്ചാൽ ഞാൻ ഷാമ്പു കലക്കിയ വെള്ളം കേട്ടോ അടിച്ചു കൊടുക്കാറേ. കുറച്ച് വേപ്പെണ്ണ, ഒരു അടപ്പിന് വേപ്പെണ്ണയും, പിന്നെ അടപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാവുക, മൂടിക്ക് വേപ്പെണ്ണ, പിന്നെ ഷാമ്പു ഒരു 1 ലിറ്ററിന്റെ ബോട്ടലിൽ കലക്കി അങ്ങനെ കേട്ടോ അടിച്ചു കൊടുക്കാറ്. നല്ല ഗ്രോത്ത് ആയിട്ട് വളരുകയും ചെയ്യും. പുഴു അങ്ങനത്തെ ഒന്നും വരുകയില്ലേ. ഇലയ്ക്ക് നല്ല കളറും ഉണ്ടാവും. അങ്ങനെ സാധാരണ ചെയ്യാറ്. പിന്നെ ഇത് കുഞ്ഞു ചട്ടിയിൽ ഞാൻ കാന്താരിയുടെ തൈകൾ വെച്ചു കൊടുത്തതാണ് ഇത്. അപ്പോൾ കാന്താരി തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മഴ കാരണം, നമുക്ക് മഴയില്ലാതെയും പറ്റൂല, പക്ഷെ മഴ കാരണം കംപ്ലീറ്റ് പോവുകയും ചെയ്യും. ഇലയൊക്കെ ചീഞ്ഞ് പോവും. പിന്നെ ഇത് കണ്ടോ, ഇതൊരു എന്നായിരുന്നു, ഞാവലിന്റെ തൈ. അത് ചട്ടിയിൽ തന്നെ കിളിർത്ത് വന്ന കേട്ടോ. പക്ഷെ എനിക്ക് കളയാനും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അവനെ അവിടെ തന്നെ അങ്ങ് നിർത്തി. അതും നല്ല ഗ്രോത്തോടെ വളരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറിച്ച് കളയാത്ത. ഇത് കണ്ടോ, ഒരാളതിന്റെ ഇടയിൽ നിൽപ്പുണ്ട്, ഞാവലിന്റെ ഇടയ്ക്ക്. പിന്നെ കുറച്ചധികം കറ്റാർവാഴ ഉണ്ടായിരുന്നു, അതും മഴ കൊണ്ട് ചീഞ്ഞുപോയി, കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു മാവിന്റെ അകത്ത് ഞാൻ ചെറിയുള്ളിയുടെ ഇത് കൊണ്ടുവന്നിട്ട് കേട്ടോ, അത് അവിടെ കിടന്ന് മുളച്ചു വരുന്നുണ്ടേ. ഒന്നും നശിച്ചു പോവില്ല, ഇങ്ങനെ കാണുമ്പോ ഒരു സന്തോഷം, അത്ര തന്നെ. പിന്നെ ഈ ഒരു ഡ്രം ഈ മൂലയ്ക്ക് ഇരിക്കുന്ന കേട്ടോ. ഇതിൻ്റെ അകത്താണ് ഞാൻ പരീക്ഷണം നടത്തുക. ഓരോ തൈ കിട്ടിയാലും അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് അങ്ങ് സ്ഥാപിക്കും. അപ്പം വളരേണ്ടതാണെങ്കിൽ അത് ഗ്രോത്തോടു കൂടി വളർന്നു വരുവേ. അങ്ങനെ ഇതാ കൊണ്ട് നട്ടതാ കേട്ടോ. ഒരു നിശാഗന്ധിയുടെ ഞാൻ വീട്ടിൽ പോയപ്പോൾ പിന്നെ എൻ്റെ അനിയൻ തന്നിട്ട് കൊണ്ടുവന്ന കേട്ടോ. അങ്ങനെ അതിനെ ഞാൻ എന്ത് ചെയ്ത് 2 പീസാക്കിയിട്ട് നട്ടതാണ്. ഒരു പീസ് നന്നായിട്ട് ഇത് കുഞ്ഞു തിരുള് വന്നിട്ട് ഒരു വലിയ ഇലയായിട്ട് വന്നേ ഇപ്പം. അപ്പോൾ അവളും അവിടെ നിൽക്കട്ടെ, അവയെ മാറ്റി നടണം. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതിനുള്ള തൈകൾ ഇതിൻ്റെ അകത്ത് വെക്കും. എന്നിട്ട് അതിന് പുതിയ ശിഖരം വന്നു കഴിഞ്ഞാൽ
അത് ഞാൻ വേറെ ആൾക്കാർക്ക് കൊടുക്കും. അതാണ് അവസ്ഥ. നമ്മൊന്നും വെറുതെ കളയണ്ടല്ലോ, ആരേലും കൊണ്ട് നടന്നവരുണ്ടെ അവർക്ക് കൊടുക്കാം, അത്ര തന്നെ. അപ്പം ഈ വീഡിയോയും ഇത്ര മാത്രമേ ഉള്ളേ. ഈ വീഡിയോ കണ്ടിഷ്ടമായാല്, പച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവര് കാണുമെന്നറിയാം, എന്നാലും എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരിക. പിന്നെ അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് വരാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. നബിയൂന്റെ മരം കേട്ടോ. ഇതിലൊരു ചെറിയ, ആദ്യം നന്നായിട്ട് ഇതിന് പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഒരു കായെങ്കിലും കിട്ടുമെന്ന്. പക്ഷെ ഫസ്റ്റ് പൂവിടുന്നൊക്കെ പോവല്ലോ, അപ്പം അങ്ങനെ പോയതാന്ന് തോന്നുന്നു. ഇനി പുതിയ ശിഖരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടാറ്റാ.